വന്നാട്ടെ. പടി പടി. കുഞ്ഞമ്മേ, ആ കാണുന്നതാ നമ്മുടെ വീട്. അപ്പൊ ഇതോ? ആ, അത് വേറെ ആൾക്കാരാ. ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ? വാന്ന്. കുഞ്ഞമ്മയോ? ഇതേതാ ഇവനൊരു പുതിയ കുഞ്ഞമ്മ? മോളെ ഇച്ചിരി ചോറ്. കറി ഉണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കും. അയ്യോ, കറി കൂടിപ്പോയല്ലോ മോളെ, ഇച്ചിരി ചോറും കൂടി. കാനറ ബാങ്കിൽ നിന്ന് പോന്നേപ്പം എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റെടുക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്ര ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്. ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ള സാറിന്റെ വീട്ടിലാണ് കുഞ്ഞമ്മ നിന്നോണ്ടിരുന്നത്. പിള്ള സാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്. ഓ, അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ? അതെ, ഞാൻ ബാങ്കുകാരുടെ വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ആ, പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട. ആര്? എന്റെ പട്ടി പോവാ. മോളെ ഇച്ചിരി ചോറും കൊണ്ടിട്ടെ. കൊടുക്ക് കൊടുക്ക്. ഓ, ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ, ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ സത്ത് കേട്ടത് കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലേ വലിച്ച് ഞാനൊരു ഏറ് വെച്ചേരും. നാശം പിടിച്ചത്. ഇങ്ങനെയുണ്ട് ഒരു സന്താനം. അയ്യോ, അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുവാവയാണേ, കുഞ്ഞി മോനാണേ, പൊന്നു മോനും മോനാണേ, അമ്മേരെ മോനും മോനാണേ, തങ്കക്കുട്ടി മോനാണേ. മോളെന്തിനിപ്പോ വെള്ളം കോരണേ? പെറ്റെണീറ്റിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കനപ്പെട്ട ജോലിയൊന്നും ചെയ്യണ്ട. സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ? എനിക്കൊന്നും അറിഞ്ഞൂടേ. കുഞ്ഞി മോനും മോനാണേ, കൊച്ചു. നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ. ഗീതേ, ഞാൻ ഇറങ്ങാം. ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രൊമോഷൻ തടയാൻ ബാങ്കിൽ ചിലവന്മാർ ചില കളികൾ കളിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. പോയാൽ ഞാൻ വൈകിയേ വരൂ. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. എന്താ? ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ എന്തിനൊരു പിടിപ്പ് വേണം. എന്തൊരു കീറല കീറുക, ചീകട് കീറണ മാതിരി കീറണം. ആശം. മോളെ, ഈ കഥവൊന്ന് അടച്ചോട്ടെ. എന്തിനാ? കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല. അതുകൊണ്ടാ. അടച്ചോ.
കരല്ലടാ. വാവോ പൊന്നുമോ, വാവോ. കരല്ലടാ, കരല്ല. വെള്ളം കുറച്ചുകൂടെ ചൂടാക്കിക്കൊണ്ട് വരട്ടെ? വേണ്ട. കുറച്ച് ദിവസമായില്ലേ നാടൻ മരുന്നും ആവി വളരൊക്കെ ആയിട്ട്. നമുക്ക് ഡോക്ടറെ കണ്ടുപിടിച്ചാൽ. ഓ, ഡോക്ടറെ കണ്ട അയാൾ 100 കൂട്ടം മരുന്ന് എഴുതി തരും. ഒരാവശ്യമില്ലെങ്കിൽ കിടക്കാൻ പറയും. അതൊക്കെ വലിയ ചെലവാ. അസുഖം വന്ന ചെലവ് ചെയ്യാതെ എങ്ങനെയാ? ഇത് സാരമില്ലെന്നേ. മഞ്ഞ് കൊണ്ടാ പണ്ടേ എനിക്ക് ഉള്ളതാ ഈ അസുഖം. ജലദോഷത്തിൻ്റെയാ. വൈകുന്നേരം ആകുമ്പോൾ മാറും. രാത്രി ലോഡെടുക്കാൻ പോകണ്ട. അച്ഛനെ കാട്ടിലേക്ക് പോകുന്ന പണിയൊന്നും നിർത്ത്. അതുകൊണ്ടാണ് ഈ അസുഖം മുഴുവൻ. അസുഖം നോക്കിയിരുന്ന കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ ആരെ കാണിക്കാനാണ് നിന്റെ വിചാരം? ഏത്? പുറത്തിരുന്ന് ആവി പിടിക്കുക, എന്നിട്ട് ദേ ഇവിടെ ഈ ജനലിന്റെ ചോട്ടിലിരുന്ന് രാത്രിയിൽ എടുക്കാൻ പോകുന്ന ലോഡിനെ പറ്റി ഉറക്കെ പറയുക. ഇതൊക്കെ എന്തിനാ? ഞാൻ കേൾക്കാൻ. എന്റെ മനസ്സ് വേദനിച്ചോട്ടെ, അതാ അവിടുത്തെ ഉദ്ദേശം. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ നോക്കിയേ, ഒരു വിഷമം തോന്നില്ല. പുറത്ത് മഞ്ഞ് വീണാ ജലദോഷം വരുന്ന ആളാണെന്ന് അറിയാം. പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട് രാത്രി ലോറി എടുത്ത് കാട്ടിലേക്ക് പോയത്? എന്നെ തോപ്പിക്കാൻ. കാണുന്നവര് പറയുമല്ലോ, ആ ശങ്കരൻ നായര് പാവം, കൃഷ്ണൻ ഉണ്ണി ദുഷ്ടൻ. പറഞ്ഞോട്ടടി, എനിക്കതുകൊണ്ടൊരു വിഷമവും ഇല്ലെന്ന്. അല്ല, രാമമ്പാലം കിടന്ന് കഷ്ടപ്പെടുന്നതിനാ ഞാൻ പറഞ്ഞിട്ടാണോ? പറയാനുള്ളത് എന്ത് ഞാൻ മോത്തോയെ പറയും. അന്നും അത്രേ നടന്നിട്ടുള്ളൂ. പിന്നെ വാശിയാണെങ്കിൽ ഞാനും വാശിയുള്ളവനാ. അത് മാറ്റാൻ ഈ പണി കൊണ്ടൊന്നും പറ്റുകയല്ല. അസുഖമാണ്, അധ്വാനം കൂടുതലാണ്, അതെല്ലാം എന്റെ കടം തീർക്കാനാണ്. ആയിക്കോട്ടെ, ഇങ്ങോട്ടില്ലാത്ത കടപ്പാടൊന്നും എനിക്ക് അങ്ങോട്ടും ഇല്ല. എടി, നീ എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ആ, മോന് ട്രിപ്പിൾ എടുക്കാൻ കുഞ്ഞമ്മയും കുട്ടി ആശുപത്രി പോയാൽ എന്താന്ന്.